അപ്പൊ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിങ്കോനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ വീട്ടിൽ കൊണ്ടാക്കുന്നത് എന്തിട്ട് സംഭവിക്കണല്ലോ ഏട്ടാ. ഇവിടെ ആൾക്കാർ കാവലാണ്. ബിങ്കോനെ വയ്ക്കാട്ടാ. അപ്പൊ ബിങ്കോ ഇപ്പൊ തൽക്കാലം ഇവിടെ ഉണ്ട്. ഹലോ. അപ്പൊ ബിങ്കോ എന്താ ഇവിടെ വെക്കണേ? അതിനുവേണ്ടി ഇവിടെ വെച്ചത് ബിങ്കോനെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ വെയിൽ വന്നപ്പോ വീട് കൊടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇപ്പൊ ഇതിനുള്ള സ്ഥലം റെഡി ആക്കിയിട്ടില്ല. എന്തായാലും താൽക്കാലികമല്ല. അപ്പൊ ഓ സ്റ്റീവ് എന്നിട്ട് കൊടുത്തേ ബിസ്ക്കറ്റ് കൊടുത്തൂലോ. അപ്പഴയിലുണ്ട് അതിന്റെ ഫോട്ടോ. എന്തിയടാ? ഓ തൂമ്പിട്ട് തരാട്ടാപ്പാ. അപ്പോ എന്തായാലും ഇന്നത്തെ ദിവസം കുറെ നേരം എല്ലാവരും അവന്റെ അടുത്ത് തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടാ. ശരിക്കും എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയായിരുന്നു. അമ്മയുടെ അടുത്തായാലും കൊണ്ടുവന്നപ്പോ അമ്മയ്ക്കും ഹാപ്പി ആയിരുന്നില്ലേ? നമ്മുടെ ബിങ്കോനെ കൊണ്ടുവന്നപ്പോ കുറെ നാൾക്ക് ശേഷം കണ്ടപ്പോ അമ്മയ്ക്ക് എന്ത് തോന്നി? അടിപൊളിയായിരുന്നില്ലേ? ചോറ് തിന്നു. അപ്പൊ അമ്മ പറയും കറിയില്ല. ഇത്രയും ചോറാണ് മാറ്റി വെച്ചേക്കണം. ഇതിന്റെ പകുതി ഇത്രയും കൂടി ഇവിടെ തട്ടിയിട്ടേക്കായിരുന്നു കേട്ടോ. ഇപ്പൊ ഇത്രയും തട്ടി വെച്ചിട്ടുണ്ട്. മിടു വയ്ക്കണ കറിക്കൊന്നും ഇപ്പൊ ടേസ്റ്റ് ഇല്ലല്ലേ? കൊടുക്കട്ടെ പാവാമാമല്ലേ കൊച്ചിന്റെ അത് പാക്കറ്റിൽ ഇട്ട് വെക്കാനുള്ള എല്ലാ കൊന്താ ട്ടാ. ആര് എന്തായാലും കയ്യിൽ ഇങ്ങനെ പാക്കറ്റിൽ ഇട്ട് വെച്ചോണ്ടിരുന്ന അപ്പൊ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും. ഞാൻ അമ്മ വിളിക്കണ്ടേ? എനിക്ക് ഇനി ചാലക്കുടിക്ക് പോകണം. കാരണം കഴിഞ്ഞ ദിവസം കല്യാണം ഉണ്ടായിരുന്നല്ലോ, മറ്റേ മള്ളിശ്ശേരിയിലെ ആൻറ്റിയുടെ മോൻ്റെ. അപ്പോൾ അതിന് പോയപ്പോൾ വീട് സാരി എടുത്തപ്പോൾ ആ സാരിക്ക് മാച്ചാവണ് മറ്റേ ഇതെടുത്തിരുന്നു. മാലയും ഇതൊക്കെ. കമ്മല് ഇട്ടില്ല എന്ന് തോന്നുന്നു. കമ്മലിട്ടുണ്ടായോ ഇവിടെ നീ? കമ്മലിട്ടില്ല, പക്ഷെ കമ്മലിൻ്റെ കൂടി ഉണ്ടായി. അപ്പോൾ അത് നമ്മുടെ വെഡ്ഡിങ് യൂണിക് എന്ന് പറഞ്ഞ് വീട് മുമ്പ് കാണിച്ചിട്ടുണ്ട്. ചാലക്കുടിയിലുള്ള ഒരു റെൻ്റൽ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായത്. ഇതുണ്ട് അവരുടെ ഡീറ്റെയിൽ. കാണാത്തൊരു നീ കണ്ടോ? ഇതാണ് സ്ഥലം. ഇത് ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ ചോദിക്കരുത്, എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യണം. വലിച്ചു വാരി ഇട്ടേക്കാണല്ലോ അതിൻ്റെ ഉള്ളിൽ വെച്ചതാ. ഞാൻ പോട്ടെ. ഇതാണ് മാല എടുത്തിട്ടുണ്ടായത്. കണ്ടോ? നല്ല രസമല്ലേ മാല? ഇത് വള എടുത്തിട്ടുണ്ടായത്. ഇത് ഇതിൻ്റെ കൂടെ കമ്മൽ, ഇതിൻ്റെ തന്നെ മാച്ചായിട്ടുള്ള കമ്മലാന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെ കമ്മലാണ്. ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായതാ. 2 കമ്മലുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കൂടെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് നമുക്കൊന്ന് റിട്ടേൺ ചെയ്യണം. നീ തന്നെ വെച്ചത് ആട്ടെ. എങ്ങനെയാന്ന് വെച്ചാ ഞാൻ വെച്ചത് റെഡി ആവില്ല. ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. കല്യാണമായോ? ആഭരണങ്ങൾ വാടകയ്ക്ക് എടുക്കണ്ടേ? മണവാട്ടി ഈ സ്വർണം പോലെ തിളങ്ങുവാൻ പുതുപുത്തൻ കളക്ഷനുമായി വെഡ്ഡിംഗ് യൂണിക് ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി ചാലക്കുടി. അതാണ് നമ്മുടെ പരസ്യം. അപ്പം മോള് വന്നണീ വാ. മുടി ഇങ്ങനെ കെട്ടിന് ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ? ബുള്ളറ്റുമ്പോ പോകാൻ പറ്റില്ല മോളെ. എനിക്ക് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വേണ്ട, നീ നിലത്തിട്ടാലോ? വേണ്ട, ബാഗ് ഞാൻ മേത്തിട്ട്. ഏതെന്റെ ബാഗോ? ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വെക്കാന്നോ? ആലോചിക്കട്ടെ. കുറുമ്പൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. എൻ്റെ കൂടെ വരണം ചാലക്കുടിക്കെന്ന് പറഞ്ഞ് നേരത്തെ വാശി പിടിക്കേണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോണത് എങ്ങോട്ടെന്ന് അറിയാനുള്ള പരിപാടിക്ക് അവിടെ നിൽക്കണേന്ന് തോന്നുന്നു. ഇച്ചോടി മിലുതാവട്ടെ. അപ്പം തുമ്പ മേടിച്ച് തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് മുളകും തേയൊക്കെ നടാം. ഓക്കെ? അതുകൊണ്ട് കുത്തിയൊന്നാവില്ല. തൂമ്പോണ്ട് നമുക്ക് അങ്ങനെ കാണിക്കൂ. ഗ്രേസിനെ 1-ാം തീയതി തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് പാർക്കിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ദിവസമായിട്ട് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ അഷ്ടമിത്ര ഹോം എക്സ്പ്രസ് എന്ന് പറഞ്ഞ കടയുണ്ട്, സൂപ്പർ മാർക്കറ്റ്. അപ്പം അതിൻ്റെ മുകളിലൊരു പാർക്കുണ്ട്. അന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇന്നലെ രാത്രി അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് ഇവിടെ എഴുതി വെച്ചേക്കണത് ക്ലോസ് ആണ്,
മുകളിലേക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞു. അതിന് വണ്ടിയും ഇനി അപ്പ പോണടത്ത് ഗ്രേസ് പോകും. അയ്യോ അങ്ങനെ വലിക്കല്ലേ, അത് പൊട്ടിപ്പോവും. ആ ചാലക്കുടി എത്തി ഇറങ്ങിപ്പോ ചാലക്കുടി എത്തി കഴിഞ്ഞു. ഇനി മോള് ഫ്രണ്ടിലെ ബാഗിൽ പോയിരുന്നു. ചാലക്കുടി എത്തി കഴിഞ്ഞു. പോ മോള് നീ ഇത് കൊണ്ടു നടക്കണേ. ഓ വയറിന്റെ സൈസ് വ്യത്യാസം വരില്ലോ. കുണ്ടി സൈസ് എടുക്കേണ്ടി വരുമോ? അപ്പൊ ഇങ്ങനെയല്ല മേത്ത് ഇങ്ങോട്ട് തിരിച്ചിടണം. എങ്ങോട്ട്? ആ ഇത് കൈ ഇത് തലയിരിച്ചിടണം. ആ ശരിയാവില്ല. ഇങ്ങനെ തന്നെയാണല്ലോ ഇടണ്ടേ. അങ്ങനെ ഇടണ്ടേ? ആണോ? ഇങ്ങനെ നെഞ്ചിന്റെ അടയ്ക്ക്, നെഞ്ചിന്റെ അടയ്ക്ക്, ബ്ലൂ നെഞ്ചിന്റെ അടയ്ക്ക്. എന്നിട്ട് ഇത് പിന്നിൽ കിട്ടുമോ? ആ അങ്ങനെ ആയിരിക്കണം, എനിക്കറിയില്ല. എന്നിട്ട് ചേട്ടൻ ബാക്കിലേക്ക് മറ്റേത് കെട്ടി അത് ഇട്ടിട്ട് നോക്കിയാ മതി. ചേട്ടന സൈസിലേക്ക് ഇറങ്ങ. യെസ് ഓക്കെയല്ലേ? അപ്പൊ ഞങ്ങള് പോട്ടെ. പാക്ക് ചെയ്തു. ഹെൽമെറ്റ് എടുത്തിട്ടോ. ബെൽറ്റ് വലിയ കാര്യമായിട്ട് അവനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാ അവന്റെ എന്ന് പറഞ്ഞ ഒച്ചെടുത്ത് കരയൂട്ടാ. ഓക്കെ, ഇതാണ് എന്റെ പുതിയ ചെരുപ്പിട്ട. പുതിയെന്ന് പറയാൻ പറ്റുമ്പോൾ 3-4 ദിവസമായി. അന്ന് കല്യാണത്തിന് പോണക്കാൻ മേടിച്ചാണ്. 400 രൂപ VKC പ്രൈഡ്. അപ്പ കല്യാണത്തിന് പോണ മുമ്പ് മേടിച്ചാടി. ഓ നിനക്ക് നോക്കിക്കൂടെ? അപ്പം മറന്നുപോയി പറയാൻ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോണ്ട് ഇതന്നെ മേടിക്കണേ. നല്ല സുഖമാണ് ഇടാനായിട്ട്. പിന്നെ ഇതിന് ആ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പേ മേടിച്ചിട്ടുണ്ടായത് ഇത് തന്നെയാണ്. സെയിം ചെരുപ്പ് തന്നെയാണ്. നല്ല ചെരുപ്പാണ്. കളർ ചേഞ്ച് മാത്രമേ ഉള്ളത്. പക്ഷെ ഇതിൻ്റെ ഈ ലെതർ കണ്ട, ഈ ലെതർ ഇങ്ങനെ ദ്രവിച്ച് പൊട്ടിപ്പോവും. ആക്ച്വലി ഞാനത് എല്ലായിടത്തേക്കും യൂസ് ചെയ്യുന്നു. കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അതിന് ഇടും, എല്ലായിടത്തേക്കും അതിന് ഇടാറുണ്ട്. ആ സൂപ്പറാണ്. ഇത് തന്നെ ഈ ചെരുപ്പ് തന്നെയാണ് അതിന് മുമ്പും ഇത് തന്നെ ഉപയോഗിച്ചാണ്. അത് ഇവിടെ ഉണ്ട് ഇതേ ഇരിക്കണം. ഇതൊക്കെ എവിടേക്കിട്ട് മാറ്റിക്കൂടറി. ഇത് കണ്ടോ, ഇത് അതിന് മുമ്പത്തെ ചെരുപ്പ് പൂത്തുകൂടി ഇരുന്നിട്ട് അതും സെയിം സാധനം തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ഇഷ്ടമായിട്ട് ഞാനിപ്പോ എന്നിട്ട് പറഞ്ഞേ ആ നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ആ ഞാൻ എന്താ പറഞ്ഞേ? പിന്നെ പൂത്തുന്നല്ലേ പറഞ്ഞേ? അല്ലല്ല നമ്മ പച്ച കളറുള്ള പൂപ്പലാണല്ലോ ഉള്ളേ. ചമ്മിയെ വിടും. പോവാ നമുക്ക്. അത് സൈസ് ഒക്കെ ആണോ നോക്കി. എന്താല്ലേ ഇത്രയും കാശ് കൊടുത്ത് വണ്ടി അടിച്ചിട്ട് സ്ഥലല്ലേ. വയറ് ചാടി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഡയറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ചൂടാണെങ്കിൽ ഇറക്കിയിടാം. ഡ്രസ്സല്ല, ബാഗ്. അപ്പന്റെ ബാഗ് കാറ്റിസം ബാഗ് ആക്കിയതാ ഗ്രേസ്. അപ്പയുടെ കാറ്റിസം ബാഗ് അല്ല, അപ്പയുടെ ബാഗായിരുന്നു. കൊച്ചു കാറ്റിസം ബാഗ് ആക്കിയ. അതാണ് അവളുടെ കാറ്റിസം ബാഗ്. ഗ്രേസ് സൂക്ഷിച്ച്. അപ്പ ഇവിടെ ചവിട്ടിട്ട് സ്ക്രാച്ച് വീണേട്ടാ. അവിടെ ചവിട്ടിയേ ചവിട്ടണ കാല് സ്ക്രാച്ച് വീഴും.
അതൊന്നും നീ സ്റ്റിക്കർ അടിപ്പിക്കാം. ബ്ലാക്ക് ചവിട്ടെങ്കിൽ ഈ എഞ്ചിന്റെ ഇപ്പുറത്തെ സൈഡിൽ കേബിളൊക്കെ ഉണ്ട്, അതിനൊക്കെയാ. അത് മതി. കല്ലെടുത്ത് വെച്ചേക്ക ചെറുത് പറന്നു നോക്കോളൂ. ഇടക്ക് പോയിക്കോളെ. ബൈ ബൈ. റോക്ക് വെച്ചിട്ടത്. ചേച്ചി പോയി. ആ ആ പിടിച്ചോ. പോയി എടുത്തിട്ട് വാ. എന്നിട്ട് കയ്യില് മണ്ണാ. കളകി ഭാഗത്തേക്ക് പോവാ. വേഗം വാ. വാ 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 അമ്മത്തേക്ക് പോവാ. ബിങ്കോ സ്റ്റീവിനെ നോക്കി നിക്കണ് കളിക്കാൻ. കൈയിടാൻ പറ്റില്ല. എവിടെ കൈയിടാൻ പറ്റില്ല? ബിങ്കോനെ തുറന്നിട്ടാലോ? വേണ്ട, ബിങ്കോടെ റെസ്റ്റ് എടുക്കട്ടെ. വാ, തലയിലൊക്കെ മണ്ണാക്കിണ്ടല്ലോ. വാ അതിക്ക് പോവാ, അമ്മ പോണു. വാ. അപ്പൊ അങ്ങനെ ഞങ്ങളിത് ഈ ചാലക്കുടിയിലെത്തി. എവിടെ? വെഡിങ് ബുട്ടിക്കിന്റെ അടുത്ത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റൈഡ്? സൂപ്പർ ആയിരുന്നാ? അപ്പൊ ഇനി ഞങ്ങൾ ഇവിടുന്ന് മൂലൻസിന്റെ അടുത്തുനിന്ന് പോവാണ്. കോഴിക്കോട് നിന്ന് കറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. ഞങ്ങളങ്ങനെ ചാലക്കുടി മൂലൻസിന്റെ അടുത്തെത്തി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ ലിഫ്റ്റ് ചോദിച്ചു. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര പാവത്തിനെ പോലെ തോന്നി. അപ്പം ഞാൻ പുള്ളിക്കാരനെ വണ്ടിയുമ്പോൾ കയറ്റി ഞങ്ങൾ ഇവിടെ കൊണ്ട് ആനമല ജംഗ്ഷനിൽ വരെ ഉള്ളൂ, അവിടെ ഇറക്കി വിടാമെന്ന് അവിടെ ഇറക്കി വിട്ടു. ഇറങ്ങിയ അടുത്ത ആൾ പറയാം, താങ്ക് യു കേട്ടാ, എന്നെ പോലെ ഇത്ര വലിയൊരു കുടിയനെ ഇവിടെ വരെ കൊണ്ടുവിട്ടേനെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആൾ കുടിച്ച് പൂസായിട്ട് നിൽക്കണേ. പക്ഷെ ഇരുന്നിപ്പൊന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഗ്രേസിന് തോന്നിയാ? ഗ്രേസിന് ഒന്നും മനസ്സിലായില്ല. അപ്പം ഇനി എങ്ങനെ ഞങ്ങൾ പോണേന്ന് ഗ്രേസിന് പോലും അറിയില്ല. സർപ്രൈസാണ്. ഞങ്ങൾ കളിക്കാൻ പോവാണ്. ഗ്രേസിന് അറിയില്ല കേട്ടോ എങ്ങനെ പോണേന്ന്. ഇതിന്റെ മോളിലേ ഫണ്ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കുറെ നാളെ വരണം നിൽക്കണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഫണ്ടൂറിലൊക്കെ കേറി പോന്നു. ഇഷ്ടായ? സന്തോഷായ? ഹാപ്പിയാണോ? ഇനി പോയാലോ നമുക്ക്? അപ്പൊ ഇനി ഞങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ പോകണ്ടോ? ഐസ്ക്രീം കഴിച്ചാലോ? അപ്പൊ നേരെ നമുക്ക് അവിടേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോ അവിടെ ഐസ്ക്രീം ഇല്ല. എന്നിട്ട് പേരിടി ഫ്രോസ്റ്റ് ബേയില് ഐസ്ക്രീം ഇല്ല, പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി സാൻഡി പോവാം. സ്കാൻഡി ഇപ്പൊ കഴിച്ചാ? ഇഷ്ടായ? അപ്പൊ ഞങ്ങൾ അങ്ങനെ സ്കാൻഡിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പാഴ്സലൊക്കെ മേടിച്ച് ഇവിടുന്ന് പോവണ്ട. ഇനി നേരെ വീട്ടിലേക്ക്. ഇന്ന് വൈകിട്ടാണ് പള്ളിയിൽ പോകേണ്ടത്. അപ്പം അതിന് മുമ്പ് ഇനി വീട്ടിൽ പോയി പട്ടികൾക്കും കോഴികൾക്കും തീറ്റ കൊടുത്തിട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണാം. ബൈ ബൈ.